അപ്പോഴേക്കും ഈ ഇന്ന് വരെ ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. അപ്പോൾ ഈ ചെരുപ്പ് എന്താ ലെതറിൻ്റെ അതൊക്കെ കൊട്ടില്ല ചെരുപ്പ്. ഈ ചെരുപ്പിൻ്റെ 2 വാറും ഇത് മുട്ടിയിട്ട് അവിടെ ഇങ്ങനെ തൊലി കണ്ടമാനം പോയി. പിന്നെ ആ ചെരുപ്പിൽ അങ്കമാലിയിൽ നിന്ന് ഞാൻ കാലടി വരെ നടന്നു. ഞാൻ നിന്നു, ദൈവമേ ചെരുപ്പ് ഇനി എന്താ ചെയ്യുക? അങ്ങനെ കാലടി എത്തി. കാലടിയിൽ നിന്ന് പിന്നെ ഒരടി നീങ്ങാൻ പറ്റണില്ല എനിക്ക്. ഈ കമ്പിക്കാലുള്ള കുട തന്നു. ആ കുട തരുമ്പോൾ അമ്മയും എൻ്റെ സഹോദരി ചേച്ചിയൊക്കെ പറഞ്ഞു, കമ്പിക്കാലുള്ള കുടയാണ്, അവിടെ ഇവിടെയും വെച്ച് കളയരുത്, മരക്കാലല്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. ഞാൻ ഒരു 12 വയസ്സൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ സ്വന്തം വീടുകളിൽ എല്ലാവർക്കും, ഇന്നൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ആൾക്കാർക്ക്, കുട്ടികൾക്കൊന്നും നമ്മൾ വിചാരിക്കണ പോലെ ഇല്ല. എന്നാലും ഉണ്ടാവും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആരും മക്കളെ അങ്ങനെ അന്യ വീടിച്ച് സ്വന്തക്കാരുടെ വീടുകളിൽ അവരില്ലാതെ കൊണ്ടുപോയി താമസിപ്പിക്കില്ല, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ. പക്ഷെ ആ കാലഘട്ടത്തിൽ പിന്നിലേക്ക് പോകുമ്പോൾ അന്ന് അവരൊക്കെ നമ്മുടെ ഇളയമ്മയുടെ വീട്ടിൽ പോകണം, വലിയമ്മയുടെ വീട്ടിൽ പോകണം, അവർ നമ്മുടെ വീട്ടിൽ വരണം, ഇവിടെ വന്ന് 5-8 ദിവസം താമസിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതനുഭവിച്ച ആളാണ് ഞാൻ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ തൃശ്ശൂരുള്ള ഇളയമ്മ, ചെങ്ങൽ അതായത് കാലടി, അവിടെയുള്ള വലിയമ്മ, അപ്പോൾ അവരൊക്കെ സാമ്പത്തികമായിട്ട് ഞങ്ങളെക്കാളൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ചെങ്ങൽ ഉള്ള വല്യമ്മ, അതായത് കാലടി, അവിടേക്കുള്ള വല്യമ്മയുടെ വീട്ടിലേക്ക്, അപ്പോൾ അവിടുത്തെ വല്യമ്മ പറഞ്ഞു, കൊച്ചുറോതമ്മ എന്നവരുടെ പേര്, കൊച്ചുറോതമ്മ. അവർ പറഞ്ഞു, ഇവനെ ഇന്നസെൻറ്റിന് അങ്ങോട്ട് പറഞ്ഞയക്കുന്നേ, അവർ 5-8 ദിവസം അവിടെ നിന്ന് താമസിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പഠിക്കാൻ മോശം, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില വാദങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ എന്നെ അവരുടെ വീട്ടിലേക്ക് വിടുകയാണ്. കാരണം ഞങ്ങളെക്കാളും സാമ്പത്തികമുള്ള വീടാണ്. അപ്പോൾ ആ വലിയമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഡേവിസ്, വിൻസൻ, മറ്റേ ഈ പറഞ്ഞ പോലെ ജെസ്സി, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഡ്രസ്സൊക്കെ വേണ്ടേ? കാരണം അവിടെ ചെല്ലുമ്പോൾ വലിയമ്മയോട് അവിടെയുള്ള ആളുകൾ ചോദിക്കും, ഇതാരാ? ഇതെൻ്റെ അനിയത്തിയില്ലേ മർഗലീത്ത, അവരുടെ മോനാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുതിയ ട്രൗസർ, പുതിയ ഷർട്ട് ഒക്കെ തന്നു. മാത്രമല്ല ചെരുപ്പില്ല എനിക്ക്. അപ്പോൾ 2 ചെരുപ്പ്, ഈ 2 ചെരുപ്പ് എന്ന് പറയേണ്ട കാര്യമില്ല, ചെരുപ്പ് അത് എനിക്ക് അതും തന്നു. എവിടെ നിന്ന്? ഇരിഞ്ഞാലക്കുട തന്നെ പുളിക്കൻ്റെ കടയിൽ നിന്ന് അത് വാങ്ങി അണിച്ചിട്ട് ചെരുപ്പൊക്കെ ഇട്ട് ഈ ട്രൗസറും ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നോക്കി. അപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ വല്യമ്മയ്ക്ക് വിഷമമൊന്നുമില്ല. അപ്പോൾ വരുമ്പോൾ ഇത്തിരി സ്റ്റാൻഡേർഡിൽ വരണം എന്നുള്ളത് ആ വല്യമ്മയ്ക്കുണ്ട്. പിള്ളേർ തീരെ ഈ ധർമ്മക്കാരുടെ പോലെ വന്നു കഴിഞ്ഞാലുള്ളൊരു മോശം. അങ്ങനെ ഞാൻ അവിടേക്ക് പോയി. അങ്കമാലിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം കാലടിക്ക് ബസ്സില്ല. അപ്പോഴേക്കും ഈ ഇന്ന് വരെ ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. അപ്പോൾ ഈ ചെരുപ്പ് എന്താ ലെതറിൻ്റെ അതൊക്കെ കൊട്ടില്ല ചെരുപ്പ്. ഈ ചെരുപ്പിൻ്റെ 2 വാറും ഇത് മുട്ടിയിട്ട് അവിടെ ഇങ്ങനെ തൊലി കണ്ടമാനം പോയി. ഭയങ്കര വേദന. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഈശോയെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് വയ്ക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, വലിയമ്മയുടെ മുമ്പിൽ നമ്മൾ ചെറുതാവരുത് എന്നുള്ള നിലയ്ക്ക് എൻ്റെ അപ്പം പറഞ്ഞതാ, വേണ്ട, അങ്ങനെ ചെറുതായിട്ട് അവർക്ക് തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് പോകണ്ട എന്ന് എൻ്റെ അപ്പം പറഞ്ഞതാണ്. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. അല്ല, ഇവൻ പോട്ടെ, അവരും ഇവിടെ വരണതല്ലേ. പിന്നെ ആ ചെരുപ്പിൽ അങ്കമാലിയിൽ നിന്ന് ഞാൻ കാലടി വരെ നടന്നു. ഞാൻ നിന്നു, ദൈവമേ ചെരുപ്പ് ഇനി എന്താ ചെയ്യുക? ചെരുപ്പാണെങ്കിൽ അന്ന് 6 രൂപ അങ്ങനെയുള്ള വില, അതിന് ഒക്കെ വലിയ കാശാണ്. അങ്ങനെ വീണ്ടും ഈ ചെരുപ്പ് തന്നെ ഇടുമ്പോഴേക്കും വേദന. 2 വാറ് ഇങ്ങനെ വന്നിട്ട് തൊലി പോയിട്ട് പിന്നെ ഒരു വെള്ളം പോലെയായി അവിടെ, ഇങ്ങനെ ചോരയല്ല ഉള്ളത്. അങ്ങനെ കാലടി എത്തി.
കാലടിയിൽ നിന്ന് പിന്നെ ഒരടി നീങ്ങാൻ പറ്റണില്ല എനിക്ക്. പിന്നെ വല്യമ്മയുടെ വീട്ടിൽ ആദ്യത്തെ കെട്ടിലുള്ള മക്കളുണ്ട്, 2 പേരുണ്ട്, ലൂസിയും റോസിയും. രണ്ടാമത് അത് വല്യമ്മയുടെ കല്യാണം കഴിച്ച ആളുടെ ആദ്യത്തെ കെട്ടിലുള്ളത്. ഇപ്പോഴത്തെ കെട്ടിലുള്ളതാണ് വിൻസെൻറ്റ്, ഡേവിസ്, പിന്നെ ജെസ്സി. വിൻസെൻറ്റ് പോയി എന്നുവെച്ചാൽ ഇന്നവനില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ. എന്തായാലും അവരുടെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്നു. അപ്പോൾ അവർ എന്നെ കാത്തു നിൽക്കുക. അന്ന് ഈ പറഞ്ഞതുപോലെ വല്ലോടത്തൊക്കെ ഫോണുള്ളൂ, എൻ്റെ വീട്ടിൽ ഫോണില്ല. അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു അവൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അവരൊക്കെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്, ഈ ആദ്യത്തെ കെട്ടിലുള്ളവർ ഇവരൊക്കെ. ആ നേരത്തെ ഒരു മനുഷ്യൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലണത് ഒരു കയ്യിൽ 2 ചെരുപ്പും പിടിച്ചിട്ടാണ്. ഇങ്ങനെ അവിടെ ചെന്ന് ആ ചെരുപ്പ് വല്യമ്മ ചോദിച്ചു, ഇതെന്താടാ കയ്യിൽ പിടിച്ചത്, കാലും വിടാനുള്ളതല്ലേ? ഞാൻ എൻ്റെ കാല് കാണിച്ചു കൊടുത്തു. എൻ്റെ ഈ ദൈവമേ കർത്താവേ, കണ്ട എൻ്റെ കാല് 2ഉം കണ്ട കുഷ്ഠരോഗികളുടെ പോലെ പൊളിഞ്ഞ് നാശമായിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ ചെരുപ്പ് അവിടെ വെച്ചു. 10 ദിവസം ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല. പിന്നെ വല്യമ്മയുടെ വീട്ടിൽ താമസിച്ചു. പിന്നെ ഞാൻ കാണുന്നത് ഒരു ദിവസം എൻ്റെ അമ്മയോട് വല്യമ്മ പറഞ്ഞു. അപ്പോൾ വല്യമ്മയ്ക്കുള്ളപ്പോൾ വല്യമ്മയുടെ ഭർത്താവിൻ്റെ ആദ്യത്തെ കെട്ടിലുള്ള മക്കളൊക്കെ കണ്ടു. ഇത് നമ്മുടെ കയ്യിൽ കഴിവില്ലാത്തതുകൊണ്ടല്ലേ ആ സമയമായി ഇപ്പോൾ ചെരുപ്പിട്ടത്. അപ്പോൾ ആ വല്യമ്മ എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ മറുകലീത്തെ, നീ മനുഷ്യനെ കരി തേച്ച് കാണിക്കാനാണോ ഇങ്ങനൊരു കോപ്രായം കാട്ടി ഒരുത്തിനും ഇങ്ങോട്ട് വിട്ടതെന്ന്. അതായത് ഈ ചെരുപ്പും കൊണ്ട് ഞാനിങ്ങോട്ട് വന്നതെന്ന്. ഇത് ആ സമയത്തൊക്കെ പലപ്പോഴും. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായൊരു സംഭവം. ഇന്നും ഞാൻ അതിനെപ്പറ്റി ആലോചിക്കും. അവർ അന്തസ്സ് നിലനിർത്താൻ വേണ്ടി എനിക്ക് ചെരുപ്പ് ഇട്ട് എന്നെ പറഞ്ഞയച്ചിട്ട് അത് അവസാനം അലങ്കോലമായി പോയി എന്നുള്ളത്. അതുപോലെ ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കൊണ്ടുവരാൻ ഒരിക്കൽ ഞാൻ അവിടെ പോയി. അവിടെ അവരും വലിയ പണക്കാരാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ ശേഷം കാലത്ത് പോരാൻ നേരത്ത് ജ്യേഷ്ഠൻ്റെ അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ കമ്പിക്കാലുള്ള കുട, അതൊന്നും ഇന്നത്തെ കാലത്ത്, ഇന്ന് എല്ലാം കമ്പിക്കാല, മരക്കാലല്ല. അന്ന് കമ്പിക്കാലുള്ള കുട ചില വീടുകളിൽ ഉണ്ടാവുള്ളൂ. ഇതുപോലെ തന്നെ അവരുടെ മുമ്പിൽ അവർ വലിയ പണക്കാരാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് എന്നെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ചേട്ടൻ്റെ ഭാര്യയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ചേട്ടൻ ഇവിടെ ഇല്ല. ഈ കമ്പിക്കാലുള്ള കുട തന്നു. ആ കുട തരുമ്പോൾ അമ്മയും എൻ്റെ സഹോദരി ചേച്ചിയൊക്കെ പറഞ്ഞു, കമ്പിക്കാലുള്ള കുടയാണ്, അവിടെ ഇവിടെയും വെച്ച് കളയരുത്, മരക്കാലല്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, കാരണം ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നീ പറഞ്ഞ് കേൾക്കുക. അങ്ങനെ ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ അത് നാണക്കേടാ, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ കമ്പിക്കാലുള്ള കുടയും കൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് ഞാൻ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി വന്നപ്പോൾ അവരുടെ അപ്പൻ എൻ്റെ അടുക്ക ചോദിച്ചു, വാച്ചില്ലേ കയ്യിൽ? കാരണം അവർ പിന്നെ ഇല്ല, വാച്ചില്ല. അയാളുടെ മുഖത്തൊരു വിഷമം കണ്ടു ഞാൻ. കാരണം അയാളുടെ ആളുകൾ കാണുമ്പോൾ അയാളുടെ മകളെ കല്യാണം കഴിച്ച് കൊടുത്ത വീട്ടിലെ അനിയൻ ചക്കന് വാച്ചില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക. എന്തായാലും ഞാൻ അവിടെ നിന്ന് പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് വന്നു. എറണാകുളത്തെത്തി. എത്തിക്കഴിഞ്ഞു, കാലത്തല്ല ഉച്ചരിഞ്ഞിട്ടാണ്. എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഹോട്ടൽ സിലോട്ട്. ഞാൻ ട്രൗസറാണ്, കമ്പിക്കാലുള്ള കുടയുണ്ട്. അത് ഞാൻ ഒരു സ്ഥലത്ത് വയ്ക്കണില്ല, അത് ബെസ്റ്റ് സംഭവമില്ലേ. അത് ഇല്ലാണ്ട് പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൊല്ലവർ. മറ്റേത് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ 2 ചെരുപ്പായിട്ട് മറ്റേ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് ആ വല്യമ്മ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞങ്ങളെ കരി തേച്ച് കാണിക്കാൻ എന്തിനാ അടി മറിയില്ലേ, നീ ജാതിയുള്ള കോപ്രായം കാണിച്ചിട്ട് ഇങ്ങോട്ട് വിടണേ എന്ന് പറഞ്ഞു. അതൊക്കെ നല്ല ഓർമ്മയുള്ളുണ്ട്. ആ കമ്പിക്കാലുള്ള കുട ഇടയ്ക്ക് വെറുതെ നിർത്തി ഞാൻ, ആൾക്കാരൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട്. ഒരാളും കാണുന്നില്ല, കമ്പിക്കാല്. അങ്ങനെ ഈ ഹോട്ടൽ സിലോട് ഞാൻ വിചാരിച്ചു ഒന്ന് കാണാം. ഹോട്ടൽ സിലോട് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഹോട്ടൽ സിലോഡിൻ്റെ അടിയിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു കാപ്പി കുടിക്കാനാണ്. മുകളിലാണ്. അപ്പോൾ 1.5 രൂപ കൊടുത്ത കാപ്പിയും ഒരു പ്ലേറ്റിൽ 2 പലഹാരവും തരും.
ഒരു കേക്കോ എന്തോ. എനിക്കിത് കാണാൻ. അപ്പോൾ ലിഫ്റ്റിൽ കയറി. ആ ലിഫ്റ്റിൽ കയറി ഇങ്ങനെ മുകളിലേക്ക് പോയി. അവിടെ ചെന്നിങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഞാൻ ഒന്ന് വീക്ഷിച്ചു. അവിടെ അപ്പുറത്ത് വെള്ളം, കായൽ, അത് ഇതൊക്കെ കണ്ട് കാപ്പി കുടിച്ചു. അപ്പോൾ അവിടുത്തെ ശമ്പളക്കാരൻ അയാൾ എന്നോട് പറഞ്ഞു, ഇത് നമുക്കൊന്നും പറ്റിയതല്ല മോനെ, അയാൾക്ക് എന്നെ അറിയാം, ഇരിഞ്ഞാലക്കുടക്കാരൻ അയാൾ, ഒക്കെ വലിയ വലിയ പണക്കാർക്കുള്ളതാണ് ഇത്. ഞാൻ പറഞ്ഞു ഞാനും ഇതൊന്ന് കാണാൻ വേണ്ടി വന്നു. ഓ ആയിക്കോട്ടെ. അങ്ങനെ അയാളും കൂടി വന്നിട്ട് എന്നെ ആ ലിഫ്റ്റിൽ താഴ്ത്തേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ആ ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കയറിയതാണ്. ആ ലിഫ്റ്റിൽ ഞാൻ അങ്ങനെ ഇനി ഈ 1.5 രൂപയുടെ കണക്കൊക്കെ എങ്ങനെ വീട്ടിൽ പോയിട്ട് പറയുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് യാതൊരു പിടിയില്ല. അങ്ങനെ ആ ലിഫ്റ്റിൽ ഞാൻ അങ്ങനെ വരുമ്പോൾ വന്ന് താഴെ വന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ പുറത്തേക്ക് കിടന്നു. പുറത്ത് കിടന്നിട്ട് നോക്കിയപ്പോഴാണ് കമ്പിക്കാലുള്ള കുട ആ ലിഫ്റ്റിൻ്റെ മൂലയ്ക്ക് ഞാൻ വെച്ചു. അത് വെക്കാനുള്ള കാരണം ഇത് മൊത്തം ശരിക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊന്നും വേണ്ട, ഇങ്ങനെ ആയതാണ് വെച്ചത്. അതിന് ഞാൻ അത് നടന്നിട്ട് തിരിച്ചും കൊണ്ട് വന്നു നോക്കി. ആ ഗൂർക്കയുണ്ട് അവിടെ. അയാൾ ചോദിച്ചു അന്ന് ചോദിച്ചത് തന്നെയാണ്, ക്യാ അവനാ ആപ്കോ? ഞാൻ പറഞ്ഞു അമ്പറല്ല ജാ. അയാൾ ചീത്ത പറഞ്ഞു തന്നെ. കാരണം അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം എന്നുള്ളതൊന്നും. എന്തായാലും ഞാൻ പോണേയും കണ്ടു വരണേയും കണ്ടു. വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിലുള്ളവർ എന്ത് പറയുന്നുണ്ട് അവിടെ? അപ്പോൾ ഞാൻ പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അവരുടെ അപ്പൻ എൻ്റെ അടുത്ത് ചോദിച്ചു വാച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയും പറഞ്ഞു ഒരു വാച്ച് കെട്ടേണ്ടതായിരുന്നു, അതുകൊണ്ടല്ലേ അവരങ്ങനെ ചോദിച്ചത്. മോശം, സാരല്ലേ പോട്ടെ, ഇനി പോകുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. തെങ്ങിൻ്റെ ഓല കൊണ്ടൊരു വാച്ച് കെട്ടിയാൽ മതിയോ? തെങ്ങിൻ്റെ ഓല വെച്ച് വാച്ച് കെട്ടണുണ്ടല്ലേ, അങ്ങനത്തെ വാച്ച് കെട്ടിയാൽ മതി അമ്മയെ. കാരണം എനിക്ക് അന്നേ അത് കേട്ടപ്പോൾ അതിനകത്തൊരു പുച്ഛം തോന്നി. അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇവർ ചോദിച്ചു എടാ കുടയോ? ഞാൻ പറഞ്ഞു കുടയുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. കമ്പിക്കാലുള്ള കുട നിൻ്റെ കയ്യിൽ തന്നത് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് അതെന്താ ഉണ്ടായി, എനിക്കാണെങ്കിൽ ആകെ ഇതായി. കാരണം ഞാൻ ഈ 1.5 രൂപ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആ കണക്കൊക്കെ ഇനി പറയണം എത്ര എന്നുള്ളതാണ്. പിറ്റേ ദിവസം കാലത്ത് ഞാൻ പറഞ്ഞു അവിടെ കുട വെച്ചു അവരുടെ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ ചെന്നപ്പോൾ ആ മൂലയിൽ അവരുടെ അവിടെ കുട ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു കുട എവിടെ? അപ്പോൾ അവർ പറഞ്ഞു കുടയോ നീ കുട വെച്ചത് ഞാൻ കണ്ടില്ലല്ലോ മോനെ, ഇനി ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ. അതായത് കംപ്ലീറ്റ് നുണ പറഞ്ഞിട്ട് ആകെ ഇതാക്കി മാറ്റി. അങ്ങനെ അവർ സമ്മതിച്ചില്ല എന്ന് എനിക്കറിയില്ല. എന്തായാലും പിറ്റേ ദിവസം കാലത്ത് കുഞ്ഞുമ്മ എന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ട്, ഇപ്പോൾ ഇവിടെ കാശാണെങ്കിൽ 1.5 രൂപ കുറവുണ്ട്. കുഞ്ഞുമ്മൂന്ന് പറഞ്ഞിട്ട് ആൾ വീട്ടിൽ കൊണ്ടുപോകും. ഇത് ലിഫ്റ്റിൽ വെച്ച് മറന്നു വെച്ച കുടയാണ്. ഞാൻ ഇവിടെ കാട്ടുങ്ങച്ചിറ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു ആ കുട്ടിയോട് നമുക്കൊന്നും പറ്റിയ ഹോട്ടലല്ല ഇതെന്നുള്ളത്. അപ്പോഴാണ് വീട്ടുകാർക്ക് മനസ്സിലായത് ഈ പറഞ്ഞ ഹോട്ടലിൽ ഇപ്പോഴൊക്കെ എത്രയോ പ്രാവശ്യം പോകുന്നുണ്ട്. ഞാൻ കൊടയിരുന്ന ആ ഭാഗം കാണുമ്പോൾ എനിക്കിപ്പോഴും പേടിയാണ്. ഏത്? ഈ ലിഫ്റ്റിൽ. പിന്നെ നമ്മൾ ചില വീടുകളിൽ വലിയമാരെ വീടുകളിൽ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിലുണ്ടാവും ഒരു കുട. അത് സാധാരണ മരത്തിൽ. അത് ഞാൻ തന്നെ ഒളിച്ചു വയ്ക്കി. എന്തിനാന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ താമസിക്കുന്ന 2 ദിവസം. എന്നിട്ട് പോരേണ്ട നേരമാകുമ്പോൾ കുട കാണാനില്ല, ഇന്നസെൻറ്റിൻ്റെ കുട കാണാൻ ഞാൻ തന്നെ ഒളിപ്പിച്ച് വെച്ചേക്കണേ. അവിടുത്തെ അവനും ഉണ്ടാവും പങ്ക് അതിൽ. അത് കഴിഞ്ഞ് അവസാനം അപ്പോൾ 2 ദിവസം താമസിക്കാൻ പറ്റും. കുട കിട്ടിയിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ എന്നെ അവിടെ പോയി ഈ ചെക്കനെ അവർ വല്ലതും ചെയ്യും, ചീത്ത പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ. അപ്പോൾ ഈ കുട തന്നെ നമ്മൾ ഒളിച്ച് വെച്ചിട്ട് നമ്മുടെ കുട അവിടുത്തെ അവരും നമ്മളും കൂടി പിന്നീട് 2 ദിവസം കഴിയുമ്പോൾ എടുത്ത് അതേന കുട എന്ന് പറയുമ്പോൾ കുടയും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ചെയ്യും. ഇന്നും കമ്പിക്കാലുള്ള കുട കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്.